ദേശീയപാത 183-ൽ കുട്ടിക്കാനത്തിന് സമീപം പിക്കപ്പ് വാൻ കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം. പത്രവിതരണ വാൻ 200 അടി താഴ്ചയുള്ള കൊക്കയിലേക്കാണ് മറിഞ്ഞത്. ഡ്രൈവർക്ക് പരിക്ക്. പത്രക്കെട്ടുകളുമായി പോയ പിക്കപ്പ് വാൻ 200 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട പാമ്പനാർ സ്വദേശി അഗസ്റ്റിൻ കൊച്ചുമോൻ 45 വയസ്സ് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. 3 മണിക്കൂറിലധികം കൊക്കയിൽ കുടുങ്ങിക്കിടന്ന ഇദ്ദേഹത്തെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് പുറത്തെത്തിച്ചത്. കോട്ടയത്ത് നിന്നും കൊച്ചറയിലേക്ക് മനോരമ പത്രവുമായി പോവുകയായിരുന്നു വാഹനം. പത്രക്കെട്ടുകൾ ഏജന്റുമാർക്ക് ലഭിക്കാതെ വരികയും കൊച്ചുമോനെ ഫോണിൽ ബന്ധപ്പെട്ട് പരാജയപ്പെടുകയും ചെയ്തത് സംശയമുയർത്തി. തുടർന്ന് ഹൈവേ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് നടത്തിയ തിരച്ചിലിൽ വാഹനം കൊക്കയിൽ മറിഞ്ഞു കിടക്കുന്നതായി കണ്ടെത്തി. അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് സ്ഥലത്തെത്താൻ സാധിച്ചത്. പീരുമേട് അഗ്നിസേന ഓഫീസർ ശ്രീ VN സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P ബിനുകുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സനൽ PS, ബൈജു, GP സന്തോഷ്, PK ജിൻസ്മോൻ, ജസ്റ്റിൻ തോമസ്, മഹേഷ് മാധവൻ, A അൻഷാദ്, SR അഭിജിത്ത്, R രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്ഷാപ്രവർത്തകർ വടത്തിന്റെ സഹായത്തിൽ കൊക്കയിലിറങ്ങിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇന്ന് രാവിലെ മനോരമ പത്രത്തിൻ്റെ 35-ാം മൈൽ വരെയുള്ള വിതരണത്തിന് വേണ്ടി കുട്ടിക്കാനത്തുള്ള പിക്കപ്പ് കുട്ടിക്കാനത്ത് പത്രം ഇറക്കിയതിന് ശേഷം കുട്ടിക്കാനത്തിൽ നിന്ന് ഏതാണ്ട് 250 മീറ്ററിൻ്റെ അകലെ സുനിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് വാഹനം താഴോട്ട് പോയതാണ്. അദ്ദേഹത്തിന് നിരന്തരം വിളിച്ച് കിട്ടാത്തതിൻ്റെ ഒരു സാഹചര്യത്തിൽ പീരുമേട് ഭാഗത്തേക്കുള്ള പത്രം കിട്ടാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ മേഖലയിലേക്ക് അന്വേഷണം നടത്തിയപ്പോൾ തൊട്ട് താഴെയായിട്ട് വീഴുകയും അതിൻ്റെ ഉണ്ടായിരുന്ന ഡ്രൈവറിനെ രക്ഷപ്പെടുത്തി പീരുമേട് താലൂക്ക് ഹോസ്പിറ്റലിലേക്കും അതിനുശേഷം കാഞ്ഞിരപ്പള്ളി മേരിക്കുന്നൽ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയിട്ടുള്ളതാണ്. നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ട കൊച്ചുമോനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കാഞ്ഞിരപ്പള്ളി മേരി ക്വീൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.